പ്രകൃതി സുന്ദരമായ കുന്നിൻ ചെരുവുകളും മനോഹരമായ കാഴ്ചകളും കണ്ട് ഞാൻ നിൽക്കുന്നത് അട്ടപ്പാടി അഗളിയിലാണ്. കാറ്റിനെ തഴി നിൽക്കുന്ന ബൈക്കും ബൈക്കിനെ തഴി നിൽക്കുന്ന ഞാനും. വാവ്, ഞാൻ വെറുതെ ഒരു ഫ്ലോയ്ക്ക് അടിച്ച കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദക്ഷിണ യൂട്യൂബ് ചാനലിൻ്റെ ഫാമിലി ഇവിടെയാണ്. ഞാൻ ഈ അഗളിയിൽ വന്നപ്പോൾ എനിക്ക് അവിടെ ഒന്ന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. എനിക്ക് അവരെയൊക്കെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പോയി നോക്കാം അവിടെ എന്താണ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം. വഴിയാണല്ലോ. അട്ടപ്പാടിയിൽ ഏതോ ഒരു സ്ഥലത്ത് ഞാൻ എത്തിപ്പെട്ടു. എനിക്കെന്നെ അറിയാൻ പാടില്ല ഞാനിത് എവിടെ ഉള്ളത്. ബൈക്ക് ഇങ്ങോട്ട് ഇറക്കാമായിരുന്നു കേട്ടോ. ഞാൻ ഓർത്തില്ല ഇങ്ങോട്ട് ഇറക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ നടന്നു വന്ന് നോക്കിയിട്ട് വരാമെന്ന് വെച്ചിട്ടാണ് ബൈക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഇവിടെ എങ്ങാനും വന്ന് പെട്ട് പോയാൽ തീർത്തു ഞാൻ. പിന്നെ ഞാനില്ല, ഞാൻ ഒറ്റയ്ക്ക് അയ്യോ ഇവിടെ വരെ വണ്ടി വരുമായിരുന്നു കേട്ടോ. എനിവേ വന്നിട്ടെടുക്കാം. എനിക്കറിയാൻ പാടില്ല കേട്ടോ ഇതേതാ വഴി, ഇതേതാ സ്ഥലം ഒന്നും അറിയാത്തില്ല. ഏതൊരു വഴി വന്നു. ഇങ്ങോട്ടൊക്കെ വഴിയുണ്ടാവുക, ഇങ്ങോട്ടൊക്കെ ഏതാണ് വഴി? അങ്ങോട്ടൊക്കെ ചെറിയ നടപ്പാത മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇവിടെ നിന്ന് കാണുന്നൊരു വ്യൂ എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. തേക്കിൻകാടാണ്. അതിനപ്പുറം അവിടെ കാറ്റാടിമരമൊക്കെ ഉണ്ട് കേട്ടോ. തോണ്ട് നല്ല രസമുണ്ട്. പക്ഷെ വെയിലാണ് വിഷയം. അപ്പം നമുക്ക് തിരിച്ച് പോകാമല്ലേ? അയ്യോ, ഇങ്ങോട്ട് ഓഫ് റോഡായിരുന്നു. ഇനി അങ്ങോട്ട് കുത്തിക്കരിക്കൊണ്ട് പോകണം. നോക്കാം അല്ലേ. ഇതുവഴിക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഇത് അഗളി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അഗളി എന്ന് പറയുന്ന സ്ഥലത്തിലെ ഒരു പ്രാന്തപ്രദേശം എന്ന് പറയാം. എനിക്കറിഞ്ഞില്ല ഇവിടേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലെന്ന്. എനിവേ നമ്മൾ ഏതെങ്കിലും വഴി കൂടെ കുത്തിക്കയറി പോകാമെന്നുള്ളതാണ് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ ഇന്ന സ്ഥലത്തേക്ക് പോവുക, അവിടെ പോവുക, ഇവിടെ പോവുക അതൊന്നുമില്ല. എവിടെയെങ്കിലും ഇതുണ്ടോ? ഇഷ്ടംപോലെ കശുമാവ് നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ഇതുണ്ട് അവിടെയൊക്കെ കാണുന്നുണ്ടത് വലിയൊരു മലയാണത് കാണുന്നത്. എനിക്ക് കാണാൻ പറ്റും തോന്നില്ല. ഇതുണ്ട് അങ്ങ് ഒരു ഷാഡോ പോലെ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ച് പോവാം. ഇപ്പോൾ ഇങ്ങോട്ടൊന്നും ബൈക്ക് കയറിയല്ല കേട്ടോ. ചേട്ടാ, ഈ സാരംഗ് അങ്ങോട്ടൊന്ന് കയറിപ്പോയി നോക്കാം. ഇവിടെ പശുമ്പ ഉണ്ടല്ലേ, കുത്തുന്ന പശുമ്പ. ഓക്കെ, ഞാൻ അത് പുറകിൽ വന്ന് കുത്താൻ നിൽക്കുകയായിരിക്കുന്നു. രക്ഷയില്ല. അത് കണിക്കൊന്ന കൂത്തിരിക്കുന്നുണ്ടോ? ഇവിടെ വേറെ സീനൊന്നും കാണത്തില്ലായിരിക്കും. വേറെ പശുമ്പ, കറുത്ത പശുമ്പ. ഇത് മഞ്ഞ പശുമ്പ. വാവ്, ഇത് എന്തിൻ്റെ അതിരെല്ലാന്ന് തോന്നല്ലോ അല്ലേ? 2019-20. ഹലോ, അവിടെ വഴിയുണ്ടോ? ഇല്ലേ? ഞാൻ അവിടെ വന്നാൽ നീ എനിക്കിട്ട് കുത്തുകൂടെ? രക്ഷയില്ല കേട്ടോ. ഇത് അസാധ്യ വ്യൂ ആണത്. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അങ്ങ് താഴെ. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇതാരുടെയൊക്കെയോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. നമ്മളിവിടെ ഇങ്ങനെ അധികം നിറഞ്ഞിക്കണ്ട. അയ്യോ, പശുവിൻ്റെ മേത്ത് മുഴുവൻ ഇതാണല്ലോ. കുത്തുവോ? കുത്തും. എനിക്ക് പിന്നെ വിശ്വാസമില്ല. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. സൂം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കുറേപ്പോ. ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് ഞാനൊരു വീട് കണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി വെള്ളം കിട്ടുമെന്ന് നോക്കാം. ഭയങ്കര ചൂടാണ്, വെയിൽ കാരണം കൊണ്ട് രക്ഷയില്ല. എൻ്റെ കയ്യിലെ വെള്ളം എല്ലാം തീർന്നു. അപ്പോൾ ഇച്ചിരി വെള്ളം കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം. ഹലോ, ഞാനിവരുടെ വീട്ടിലേക്ക് ഒന്ന് കയറുവാണ്. ഇവന്മാരെല്ലാം എന്നെ കുറച്ച് പേടിപ്പിച്ച് ഓടിക്കാൻ നോക്കണം. അതൊന്നും നടക്കില്ല പൊന്നു മോനെ. പിന്നെ ഒരു പ്രത്യേക ഒരു സ്നേഹം കേട്ടോ. അവരെന്നോട് ചോദിച്ചു, ചേട്ടൻ സിറ്റിയിലൊന്നും പോയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സിറ്റിയിലൊന്നും പോയില്ല, സിറ്റിയേക്കാളും നല്ലത് ഇവിടെയാന്ന് പറഞ്ഞു. വെള്ളം കുടിച്ച് ദാഹം മാറി സന്തോഷം.
എന്തൊക്കെ പറഞ്ഞാലും ഈ സ്ഥലത്തിൻ്റെ ഭംഗിയൊന്ന് വേറെയാണ്. വാഹനങ്ങളുടെ ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാതെ ഈ ചെറിയ വഴിയിലൂടെ മുമ്പോട്ട് നടക്കുമ്പോൾ കിട്ടിയൊരു സന്തോഷം, വാവ്. ഇവിടെയുള്ളവരുടെ പെരുമാറ്റവും വളരെ മാന്യമായ രീതിയിലാണ്. പിന്നെ ഓരോ ഫ്രെയിമിലും പ്രകൃതിയുടെ ഒരു ആർട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത്. പക്ഷെ അതിൻ്റെ ഈ ഒരു പൊസിഷനിലെ ഈ മരത്തിൻ്റെ ഈ ചോട്ടിൽ ഈ ഒരു പൊസിഷൻ വന്നിരിക്കുമ്പോഴത്തേന് കിട്ടുന്നൊരു സുഖമുണ്ട്, ഒരു രക്ഷയില്ല. ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടേ പോകുന്നുണ്ട്. വാ ഇങ്ങോട്ട് വാടാ, വാ. അവിടെ തന്നെ മണത്തോണ്ടിരിക്കുന്നേ, നീ ഇങ്ങോട്ട് വാ. ഡാ, അയ്യോ, ഇവിടെ ഇങ്ങനെ ഈ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കിട്ടുന്നൊരു എന്നാ കാറ്റാ, എന്നാ രസമാണ്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ ദക്ഷിണ ഫാമിലി താമസിക്കുന്നത്, നമ്മുടെ സാരംഗ് സ്കൂള്. എൻ്റെ അമ്മ, ഇതും ഏതോ ഗുദാമിലോട്ട് ഇറങ്ങുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. വഴി ഇവിടെ കൊണ്ട് അവസാനിക്കണോ? അല്ല, ഇതൊക്കെ ജീപ്പ് റോഡാട്ടോ, പക്ക ഓഫ് റോഡ്. വാവ്. ഒന്ന് നിൽക്കുക. സാരംഗ് സന്ദർശിക്കാനുള്ള താങ്കളുടെ താല്പര്യം മാനിക്കുന്നു, എന്നാൽ താങ്കൾ വരുന്ന വിവരം പാടി. ഞാനിപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവിടെ എന്തോ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് വിസിറ്റേഴ്സിനെ ഇപ്പം താൽക്കാലികമായിട്ട് അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞു. എനിവേ, ഇവിടെ വരെ വരാൻ പറ്റിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അടുത്ത തവണ എന്തായാലും നേരത്തെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് തന്നെ പോകത്തുള്ളൂ. അവിടെ ഒരു ദിവസം അവിടെ ചെല്ലണം, ജസ്റ്റ് ഒന്ന് കാണുക, പോരുക, അത്രേ ഉള്ളൂ. എനിവേ, താങ്ക് യു സോ മച്ച്. സാരെങ്കിലും എല്ലാവിധ ആശംസകളും, പ്രത്യേകിച്ച് ദക്ഷിണയ്ക്കും. ദക്ഷിണ ചാനൽ വഴിയാണ് ഞാനിവരെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഞാൻ കുവൈറ്റിൽ നിൽക്കുമ്പോഴത്തേക്കിന് എൻ്റെ ജോലിയുടെ സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് മീൻസ് എനിക്ക് ഫ്രീ കിട്ടുന്ന ടൈമിലൊക്കെ ഞാൻ എപ്പോഴും കാണുന്നൊരു വീഡിയോ ഇതാണ്, ഒഴിവ് സമയങ്ങളിൽ ഫുള്ള് കാണുന്നത്. അപ്പോൾ തൊട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു, 2-3 വർഷം മുമ്പ്. അപ്പോൾ തൊട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വരണമെന്ന്. എന്തായാലും ഇവിടെ വരെ എനിക്ക് വരാൻ പറ്റിയല്ലോ, അതിൽ തന്നെ വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. നമ്മളിപ്പം കൽക്കണ്ടിയിലെത്തി. കൽക്കണ്ടി അട്ടപ്പാടി വന്നതിന് വേറെ വലിയ പ്രത്യേകത കൂടെ ഉണ്ട്. എൻ്റെ ഒരു ചങ്ക് ഫ്രണ്ടുണ്ട്, അജോമോൻ. ഞങ്ങൾ കുവൈറ്റിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്, ഒരുപാട് വർഷം ഉണ്ടായിരുന്നു. അപ്പം അവനാകുമ്പോഴത്തേക്കിന് ഇവിടെ എല്ലാ സ്ഥലങ്ങളും അറിയാൻ പറ്റും. അപ്പം ഇനി അവൻ്റെ കൂടെയാണ് ഇനി അടുത്ത യാത്ര. അവൻ്റെ വീട്ടിലേക്ക് ഞാനിപ്പോൾ എത്തും, അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഇതാണ് അജോമാൻ്റെ വീട്. ഇതാണ് നമ്മുടെ അജോമാൻ. അജോമാനെ, എല്ലായിടത്തും പോയി, ഞാൻ പറയാം, കേരട്ടെ. അതെ ആണെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. എനിവേ, അതേണ്ട കിടക്കുന്ന സാധനം ഉണ്ടോ, പിണ്ടം കിടക്കുന്നുണ്ടോ, ആനയുടെ ആനപ്പിണ്ടം. അപ്പോൾ ഈ സാധനം ഇവിടെയൊക്കെ വരുന്നതാണ്. അപ്പോൾ നൈസായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോയേക്കാം, വെറുതെ ആന ചുരുട്ടി കൂട്ടണ്ട. അതിന് മുമ്പായിട്ട് നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാം. വിട്ടോ